ജൂൺ മാസം തിയേറ്ററുകളിലും ഡിജിറ്റലായും റിലീസാവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതിനു മുമ്പ് ഞാൻ പറയുന്ന ഡേറ്റുകൾ ഈ വീഡിയോ ചെയ്യുന്ന, അതായത് ഈ ദിവസം ഇന്ന് ലഭ്യമായ വിവരങ്ങൾ വെച്ചാണ് മിക്ക സിനിമകളുടെയും ഡേറ്റുകൾ ആദ്യം പറഞ്ഞതിൽ നിന്നും പിന്നീട് മാറ്റാറുണ്ട്. പ്രത്യേകിച്ച് മലയാളം പടങ്ങൾ. അതാത് സിനിമകളുടെ നിർമ്മാതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും ഒക്കെ തീരുമാനം അനുസരിച്ച് ചിലപ്പോൾ പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ടൊക്കെ മാറ്റുന്നതാവാം. അപ്പൊ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. സോ ഇതിൽ പറയുന്ന തീയതികൾ ചിലപ്പോൾ മാറ്റിയേക്കാം എന്നാണ് പറഞ്ഞു വന്നത്. അത് ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. So 30+ upcoming films and series releasing in June 2025. Let us start, Maggie. Let us start, Maggie. Y'all know me, still the same OG, but I've been low key. ജൂൺ 3-ന് സാറ വുമൻ ഇൻ ഷാഡോസ് എന്ന ഒരു ഇറ്റാലിയൻ ത്രില്ലർ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട്. ജൂൺ 5-നാണ് ഈ മാസത്തെ ഏറ്റവും വലിയ റിലീസ്. മണിരത്നം സംവിധാനം ചെയ്ത് കമൽഹാസൻ നായകനായി വരുന്ന തഗ് ലൈഫ് റിലീസ് ആവുന്നത്. തൃഷ, അഭിരാമി, ചിലംബരസൻ, ഐശ്വര്യലക്ഷ്മി, ജോജു ജോർജ്, അശോക് ശെൽവൻ, അങ്ങനെ ഒരു ഗംഭീര താരനിര തന്നെ അണിനിരക്കുന്ന ഒരു സിനിമയാണ്. കമൽഹാസനും മണിരത്നവും ചേർന്നാണ് പടത്തിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. 87-ൽ റിലീസായ നായകൻ എന്ന ചിത്രത്തിന് ശേഷം 38 വർഷങ്ങൾ കഴിഞ്ഞാണ് ഇവർ വീണ്ടും ഒന്നിക്കുന്നത്. രവി കെ ചന്ദ്രനാണ് പടത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. AR റഹ്മാന്റേതാണ് സംഗീതം. ഈ മാസത്തെ വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. കഴിഞ്ഞ മാസം റിലീസ് മാറ്റിവെച്ച റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന മലയാളം ഫാന്റസി പടവും 5-ാം തീയതി തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസിന്റെ തഗ് എന്ന മിസ്റ്ററി ത്രില്ലർ 6-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആകും. 6-ാം തീയതി തന്നെ ദ ലൈഫ് ഓഫ് ചക്ക് എന്ന ഇംഗ്ലീഷ് സൈഫൈ ഫാന്റസി സിനിമയും അക്ഷയ് കുമാറിന്റെ ഹൗസ്ഫുൾ 5-ഉം റിലീസ് ആവുന്നുണ്ട്. 2 ത്രില്ലർ സീരീസുകൾ നെറ്റ്ഫ്ലിക്സിൽ 6-ാം തീയതി വരുന്നുണ്ട്. മേഴ്സി ഫോർ നൺ എന്ന കൊറിയൻ ത്രില്ലറും ദ സർവൈവേഴ്സ് എന്ന ഇംഗ്ലീഷ് ത്രില്ലറും. പലതവണ റിലീസ് മാറ്റിവെച്ച വീരമല്ലു എന്ന തെലുഗു ഫിലിം 12-ാം തീയതി റിലീസ് ആവുമെന്നാണ് പറയുന്നത്. 13-ാം തീയതി കുറെ സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. മലയാളത്തിൽ നിന്നും വാഴയുടെ ടീം ഒന്നിക്കുന്ന വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന കോമഡി പടം. അനശ്വര രാജൻ, മല്ലിക സുകുമാരൻ, ജോമോൻ ജ്യോതിർ, സിജു സണ്ണി, അങ്ങനെ കുറെ പേർ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഇലവീഴ പൂഞ്ചിറയ്ക്ക് ശേഷം ഷാഹി കബീർ സംവിധാനം ചെയ്യുന്ന റോന്ത് എന്ന സിനിമ 13-ാം തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. ദിലീഷ് പോത്തൻ, റോഷൻ മാത്യൂസ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. ഷാഹി കബീറിന്റെ പടമായതുകൊണ്ട് തന്നെ പ്രതീക്ഷയുള്ള ഒരു ത്രില്ലർ സിനിമയാണിത്. ജോൺ വിക് ഫ്രാഞ്ചൈസിൽ നിന്നും വരുന്ന ബലേറിന അഥവാ ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക് ബലേറിന എന്ന ആക്ഷൻ പടം. 2010-ലെ ആനിമേറ്റഡ് ഫിലിമിന്റെ ലൈവ് ആക്ഷൻ റീമേക്ക് ആയ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ, ക്രിസ് ഇവാൻസ്, ഡെക്കോട്ട ജോൺസൺ ടീമിന്റെ മെറ്റീരിയലിസ്റ്റ് എന്നീ ഹോളിവുഡ് പടങ്ങൾ 13-ാം തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. ഒപ്പം എക്കോ വാലി എന്ന ഇംഗ്ലീഷ് ത്രില്ലർ പടം 13-ന് തന്നെ ആപ്പിൾ TV+ലും ഡയറക്റ്റ് OTT ആയിട്ട് റിലീസ് ആവുന്നുണ്ട്. തെലുഗു ആക്ഷൻ ഡ്രാമ സീരീസ് രണനായിഡുവിന്റെ സീസൺ 2 നെറ്റ്ഫ്ലിക്സിൽ 13-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. നെക്സ്റ്റ്, വി വർ ലയേഴ്സ്. ഈ ലോക്ക്ഹാർട്ടിന്റെ നോവലിനെ ബേസ് ചെയ്ത ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസ് ആണിത്. ഇത് 18-ാം തീയതി ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി നായകനായി വരുന്ന ഒരു സിനിമ, മലയാളം കോർട്ട് റൂം ഡ്രാമ ത്രില്ലറായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ JSK 20-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. അനുപമ പരമേശ്വരൻ, ശ്രുതി രാമചന്ദ്രൻ, അസ്കർ അലി, ദിവ്യ പിള്ള തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്ന മറ്റു താരങ്ങൾ. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രവീൺ നാരായണനാണ്. ഇതേ ദിവസം തന്നെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന മലയാളം കോമഡി ഡ്രാമയും റിലീസ് ആവുന്നുണ്ട്. ഗോളത്തിലൊക്കെ നായകനായിട്ട് വന്ന രഞ്ജിത്ത് സജീവാണ് ഈ പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഹോളിവുഡ് പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഹൊറർ ചിത്രം 28 Years Later 20-ാം തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. 28 Days Later ഫിലിം ഫ്രാഞ്ചൈസിലെ 3-ാമത്തെ സിനിമയാണിത്. ധനുഷിന്റെ കുബേര എന്ന തമിഴ് സോഷ്യൽ ത്രില്ലറും 20-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. തമിഴിനൊപ്പം ഹിന്ദി, തെലുഗു ഒരേപോലെ ഈ 3 ഭാഷകളിലും ഒരുക്കിയ സിനിമയാണ്. രശ്മിക മന്ദാനയാണ് നായിക. നാഗാർജുനയും പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. അമീർ ഖാന്റെ സിതാരെ സമീൻ പർ എന്ന ഹിന്ദി ഡ്രാമയും 20-ാം തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. 25-ാം തീയതിയാണ് പ്രൈം വീഡിയോയിൽ കൗണ്ട് ഡൗൺ എന്ന ഇംഗ്ലീഷ് ക്രൈം ത്രില്ലർ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ജൂണിൽ 27-ാം തീയതിയും കുറെ സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. ഹോളിവുഡിൽ നിന്നും F1 ബ്രാഡ് പിറ്റ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന സ്പോർട്സ് ആക്ഷൻ പടമാണ്. ഇത് റിലീസ് ആവുന്നുണ്ട്. കജോലിന്റെ മാ എന്ന ഹിന്ദി ഹൊറർ ത്രില്ലർ, ഗ്യാൻവാബി ഫയൽസ് എന്ന ഹിന്ദി ക്രൈം ത്രില്ലർ, വിജയ് ആന്റണിയുടെ മാർഗൻ എന്ന തമിഴ് ത്രില്ലർ, ഹോളിവുഡ് ഹൊറർ പടം മേഗൻ 2.0, ഒപ്പം മോഹൻലാലൊക്കെ അഭിനയിച്ച തെലുഗു പീരിയോഡിക് ആക്ഷൻ ഡ്രാമ കണ്ണപ്പ എന്നിവയും 27-ാം തീയതി തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. സ്മോക്ക് എന്ന ഇംഗ്ലീഷ് ആക്ഷൻ സീരീസ് ആപ്പിൾ TV+ലും സ്ക്വിഡ് ഗെയിമിന്റെ ഫൈനൽ സീസൺ നെറ്റ്ഫ്ലിക്സിലും 27-ാം തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ജൂൺ മാസം തിയേറ്ററുകളിലും OTTയിലും ഒക്കെ റിലീസ് ആവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. ഇതിലേതെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ഞാൻ ആദ്യം പറയുന്നതുപോലെ ടെക്നിക്കൽ ഇഷ്യൂസ്, സെൻസർ പ്രശ്നങ്ങൾ, വഴക്ക്, കോടതി കേസ്, സിനിമക്കാരുടെ അന്ധവിശ്വാസങ്ങൾ ഉൾപ്പെടെ പല കാരണങ്ങൾ കൊണ്ട് ഇതിന്റെയൊക്കെ റിലീസ് തീയതി മാറാനും മാറാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അത് ഓർക്കുക. അപ്പോൾ ഇതിലേത് സിനിമ അല്ലെങ്കിൽ സീരീസിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്നും കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയെന്നാണ്.